ആര്യ, മൈഥിലി ശരൺ ഗുപ്ത് എന്ന കവിയുടെ കവിത. ആര്യ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠ, മഹാൻ, ഗ്രേറ്റ് എന്നൊക്കെയാണ്. ഈ കവിത അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഭാരത് ഭാരതി എന്ന കാവ്യത്തിൽ നിന്നാണ്. ഭാരത് ഭാരതി ആക്ച്വലി 1912 രചിക്കപ്പെട്ട ഒരു ലോങ് പോയമാണ്. അതിൻ്റെ തീം ഫുള്ളി പെട്രോട്ടിക്കലായിരുന്നു. ദേശസ്നേഹം, ദേശ് പ്രേം, ദേശ് ഗൗരവ്, മാതൃഭൂമി കെ പ്രതി സ്നേഹ്. സോ മച്ച് സോ ദറ്റ് ആ കാലഘട്ടത്തിൽ അത് ജനങ്ങൾ മെമ്മറൈസ് ചെയ്ത് ചൊല്ലാൻ തുടങ്ങി. 1912 എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല, അടിച്ചമർത്തലുകളുടെ നാളുകൾ, ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ദൗത്യം കവികൾ ഏറ്റെടുത്ത കാലം. അതിന് കവി മൈഥിലി ശരൺ ഗുപ്ത് തൻ്റെ കാവ്യത്തിൽ ജനങ്ങളുടെ ഭാഷയാണ് ഉപയോഗിച്ചത്, ദാറ്റ് ഈസ് ഖടി ബോലി ഹിന്ദി. അപ്പോൾ ടിൽ ദെൻ കവിതകളിൽ ബ്രജഭാഷ അല്ലെങ്കിൽ അവധി, മൈഥിലി ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗുപ്തജിയുടെ ഇമ്പോർട്ടൻസ് അങ്ങനെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് കവിതകളിൽ ഖടി ബോലി ആദ്യമായിട്ട് പ്രചരിപ്പിച്ച കവികളിൽ ഒരാളാണ് മൈഥിലി ശരൺ ഗുപ്ത്. ഭാരത് ഭാരതി എന്ന കവിതയിൽ നിറഞ്ഞു നിന്നത് രാഷ്ട്രപ്രേമാണ്. ഭാരത് ഭാരതി എന്ന കവിത ഫുൾ ഓഫ് രാഷ്ട്രപ്രേമാണ്. അത് കാരണം സ്വയം ഗാന്ധിജി അദ്ദേഹത്തെ രാഷ്ട്രകവി എന്ന പദവി നൽകി ആചരിക്കുകയുണ്ടായി. ഭാരത് ഭാരതി എന്ന ഫുൾ കാവ്യത്തെ അദ്ദേഹം 3 ഖണ്ഡുകളായി തിരിച്ചിട്ടുണ്ട്. അതീത് ഖണ്ഡ്, വർത്തമാൻ ഖണ്ഡ്, ഭവിഷ്യ ഖണ്ഡ്. മംഗലാചരണിൽ തുടങ്ങുന്ന ഈ കവിത അതീത് ഖണ്ഡിൽ ഇന്ത്യയുടെ പാസ്റ്റ്, അതിൻ്റെ അതീത്, അതിൻ്റെ ഗൗരവ്, അതിൻ്റെ ഗ്ലോറി അതാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. വർത്തമാൻ ഖണ്ഡിൽ ആ സമയത്തുള്ള ദയനീയ അവസ്ഥ, ദാറ്റ് ഈസ് 1912 നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രീ ഇൻഡിപെൻഡൻസ് യുഗത്തിലുള്ള ആ സമയത്ത് അടിച്ചമർത്തലുകളുടെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ദയനീയ അവസ്ഥയാണ് വർത്തമാൻ ഖണ്ഡിൽ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്തത്. ദെൻ ഭവിഷ്യത് ഖണ്ഡിൽ ഫ്യൂച്ചർ, ഇന്ത്യ ഈ അടിച്ചമർത്തലുകൾ, ഈ ചങ്ങലകളെല്ലാം പൊട്ടിച്ചുയർന്നെഴുന്നേൽക്കും എന്ന ഒരു ശുഭപ്രതീക്ഷയാണ്. ഈ ഭാരത് ഭാരതി എന്ന കാവ്യത്തിൻ്റെ കുറച്ച് പദ്യാംശങ്ങളാണ് ആര്യ എന്ന ഈ കവിത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇൻട്രോ പറയാൻ ഉദ്ദേശിച്ചത്. ആര്യ എന്ന് പറയുമ്പോൾ ആര്യൻസ് എന്ന ആ ഒരു എഥനിക് റേസ്, അതിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. നമുക്കറിയാം ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് മൾട്ടി എഥനിക് കൺട്രി. ഒരുപാട് എഥനിക് റേസസ്, ട്രൈബൽസ് വന്ന് സെറ്റിലായിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ. ലൈക്ക് അതിൽ പേർഷ്യൻസ് വന്നു, അറബ്സ് വന്നു, മോംഗോൾസ് വന്നു, അഫ്ഗാൻസ്, ടർക്സ്, അങ്ങനെ ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായ ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ ഇൻഡോ യൂറോപ്യൻ ഒറിജിനിൽ നിന്ന് ഉള്ളവരായിരുന്നു ഈ ആര്യൻസ്. അവർക്കൊരു റേഷ്യൽ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ദേ വർ വൈറ്റ്സ്. ഒന്നാമത് വൈറ്റ് സ്കിൻഡ് ആയിരുന്നു, വെളുത്ത വർഗ്ഗക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രവീഡിയൻ റേസിൽപ്പെട്ട സൗത്ത് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്ത ബ്ലാക്സ് അല്ലെങ്കിൽ ബ്രൗൺസിനേക്കാളും അവർക്കൊരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അതിന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ആര്യൻ എഥനിക് റേസ് ലിറ്ററേച്ചറിലും കൾച്ചറിലും വളരെ ഡെവലപ്ഡ് ആയിരുന്നു. ആൻഡ് ദി ഷേപ്പ് ദ വേദിക് റിലീജിയൻ ഇൻ ഇന്ത്യ. കവി ഇവിടെ ഉദ്ദേശിക്കുന്നതും ആ ആര്യ പദവിയാണ്. പിന്നീട് അത് ആര്യൻസിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ്, സുപ്പീരിയോറിറ്റി കാരണം ആര്യ എന്ന പദത്തിന് തന്നെ മഹാൻ എന്ന ഒരു മീനിങ് വന്ന്. സോ ഐ തിങ്ക് ഇൻട്രഡക്ഷൻ ഈസ് ഇനഫ്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. ഹം കോൻ ഥേ ക്യാ ഹോ ഗയേ ഹൈൻ ഓർ ക്യാ ഹോംഗേ അഭി, ആവോ വിചാരേ ആജ് മിൽക്കർ യഹ സമസ്യായേ സഭി. നമ്മൾ ആരായിരുന്നു? നമ്മൾ എത്ര ശ്രേഷ്ഠരായിട്ടുള്ള ആര്യജാതിയിൽപ്പെട്ടവരായിരുന്നു. അബ് ഹമേ ക്യാ ഹോ ഗയാ ഹൈ, ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണ്? ഓർ ക്യാ ഹോംഗേ അഭി, ആവോ വിചാരേ ആജ് മിൽക്കർ യഹ സമസ്യായേ സഭി. നമുക്കെല്ലാവർക്കും ഒത്തുകൂടി ഈ പ്രോബ്ലംസ്, ഈ സമസ്യായെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളുടെ പാസ്റ്റ് വളരെ പ്രശസ്തമായ ഒരു പാസ്റ്റായിരുന്നു, വളരെ ഗ്ലോറിഫൈഡ് പാസ്റ്റായിരുന്നു. ഇപ്പം നമ്മൾ അടിച്ചമർത്തലുകൾ വാങ്ങി നമ്മളങ്ങ് തീരെ ഇല്ലാതായിരിക്കുന്നു. വരൂ, നമുക്കെല്ലാവർക്കും ഒത്തുകൂടി നമുക്ക് ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഭൂലോക് കാ ഗൗരവ്, ഭൂലോക് ഈ ലോകം മുഴുവനും അതിനെല്ലാം ഒരു ഗ്ലോറിഫൈ ചെയ്ത ഒരു റേസാണ് നമ്മൾ. പ്രകൃതി കാ പുണ്യ ലീലാ സ്ഥൽ കഹാ,
നേച്ചർ തൻ്റെ ബൗണ്ടി, തൻ്റെ ധാരാളിത്തം പ്രകടിപ്പിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഇത് നമ്മൾ പറയുന്നത് ഇന്ത്യനെ ഒരു കാലത്ത് സോനെ കി ചിടിയ എന്ന് പറയപ്പെടുമായിരുന്നു. കാരണം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു വശത്ത് ഹിമാലയം നിൽക്കുന്നു, 3 വശത്ത് കടലുകളാൽ സറൗണ്ട് ചെയ്യപ്പെടുന്നു. പിന്നെ മിഡിൽ ഏരിയ പ്ലേറ്റോ റീജിയൻ നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്ലേറ്റോ റീജിയൻ പഞ്ചാബ്, ഹരിയാന ഒക്കെ നല്ല കൃഷിഭൂമിയാണ്. അപ്പം നമുക്ക് മത്സ്യസമ്പത്തുണ്ട് ഈ കോസ്റ്റൽ റീജിയനിൽ നിന്ന്. നമുക്ക് ഹിമാലയം റീജിയനിൽ നിന്ന് ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ അവിടെയൊക്കെ നമുക്ക് ആ രീതിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ്, അത് ആപ്പിൾസ് ആകാം, ആൽമണ്ട്സ് ആകാം, അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് രാജസ്ഥാനിൽ ഡെസേർട്ട് റീജിയൻ ഉണ്ട്. അപ്പം ഡേറ്റ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഒരു വശത്ത് ആസാം, ആ ഏരിയയിൽ നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടുന്നുണ്ട്. ബീഹാറിൽ നമുക്ക് കോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഹോൾ നാച്ചുറൽ റിസോഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ കശുവണ്ടി, പെപ്പർ, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ നമ്മളെ ഒരുപാട് പേര് കണ്ണിട്ടു, നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോയി. ശശി തരൂരിൻ്റെ ബുക്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ വാസ്തവത്തിൽ എത്രമാത്രം റിച്ച് ഡൈവേഴ്സ് കൺട്രി ആയിരുന്നു എന്നുള്ളത്. എത്രമാത്രം റിച്ച് കൺട്രി ആയിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ അറിവുകളും ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും എല്ലാം ചൂഷണം ചെയ്യപ്പെട്ട അതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹം കോൺ ഥേ, നമ്മൾ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹം ക്യാ ഹോ ഗയേ ഹേ ഓർ ക്യാ ഹോങ്കേ അഭി. ഇങ്ങനെ നമ്മൾ പോയാൽ നമ്മുടെ എല്ലാ അതീത് ഗൗരവവും നഷ്ടപ്പെടുമല്ലോ. ഭൂലോക് കാ ഗൗരവ് ഥേ ഹം. ഈ ഹോൾ വേൾഡ് കണ്ണു നട്ടിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രകൃതി കാ പുണ്യ ലീലാ സ്ഥൽ കഹാ, ഫേലാ മനോഹർ ഗിരി ഹിമാലയ ഓർ ഗംഗാ ജൽ കഹാ. ആ ഹിമാലയ പർവ്വത്, ഇത്ര മനോഹരമായ ഹിമാലയ പർവ്വതം ഉള്ള നാടാണ്. അതുപോലെ ഗംഗ പോലെ പവിത്ര നദി ഒഴുകിയിരുന്ന ഒരു നാടാണ്. സമ്പൂർണ്ണ ദേശോं से अधिक किस देश का उत्कर्ष है, उसका की जो ऋषि भूमि है वह कौन, भारत वर्ष है. അപ്പം ഋഷിयों की भूमि, तपस्या करने वालों की भूमि, आध्यात्मिकता की ओर जाने वालों की भूमि എന്നറിയപ്പെടുന്ന സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വഹ കോൺ, ഭാരത് വർഷ് ഹെ. അപ്പോൾ ഭാരത് വർഷിനെ ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഭൂലോക് കാ ഗൗരവ്, അതുപോലെ പ്രകൃതി കാ പുണ്യലീലാ സ്ഥൽ, അതുപോലെ തന്നെ മനോഹരമായ പർവ്വതങ്ങൾ, ഹിമാലയ പർവ്വത ശൃംഖലകളുള്ള സ്ഥലം, ഗംഗാജൽ ഒഴുകുന്ന ഗംഗയെ പോലെ പവിത്രമായ നദി ഒഴുകുന്ന ഒരു രാജ്യം. അതുമാത്രമല്ല സമ്പൂർണ്ണ ദേശോं से अधिक जिस देश का उत्कर्ष है, മറ്റ് രാജ്യങ്ങളെക്കാളും ഒക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു രാജ്യമാണ് സിവിലൈസേഷൻ വൈസ് ഇന്ത്യ. यह पुण्य भूमि प्रसिद्ध है, इसके निवासी आर्य हैं. ये पुण्य भूमि प्रसिद्ध है क्योंकि इसके निवासी ആര്യ ഹെ. അപ്പോൾ ആര്യ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആ ഇൻട്രോയിൽ അത്രയും പറയേണ്ടി വന്നത്. വിദ്യ, കല, കൗശല്യ സബ്കെ ജോ പ്രഥം ആചാര്യ ഹെ. വിദ്യ, അറിവായാലും കലാകൗശല്യ, എന്ത് രീതിയിലുള്ള അറിവുകളായാലും കൗശല്യമായാലും ട്രേഡായാലും എല്ലാത്തിലും മികച്ച ഒരു നാടായിരുന്നു ഇന്ത്യ. ജോ പ്രഥമാചാര്യ ഹെ. ലോകത്തെ തന്നെ ഈ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയാലും മോഹൻജാദറോ ആയാലും നമ്മുടെ സിവിലൈസേഷനെ പറ്റി തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഇവിടെ മുഗൾ ഇൻവേഷനും ബ്രിട്ടീഷ് ഇൻവേഷനും വന്നില്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ അവരെക്കാളും ഒക്കെ ശ്രേഷ്ഠമായ നമ്മുടെ ആയുർവേദം, കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രം, എക്കോണമിക്സിൽ ഇത്രയധികം ഖ്യാതി നേടിയ ഒരു അർത്ഥശാസ്ത്രം ഇല്ല. ചന്ദ്രഗുപ്ത മൗര്യയുടെ കൗട്ടില്യ, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വളരെ ഫേമസ് ആണ്. നമ്മുടെ മാത്സ്, നമ്മൾ വേൾഡിന് തന്നെ സീറോ എന്ന ഒരു യൂണിറ്റ് സമ്മാനിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, അത് വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഷയാണ്. ആയുർവേദം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പുറം നാടുകളിലെ ആൾക്കാർ നമ്മളെ തേടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സസ്യങ്ങളെ പറ്റിയുള്ള അറിവ്, ഈ ഋഷിമുനികളുടെ നിരന്തരമായ ഒരു ഇടപഴകൽ കാരണമാണ് അതൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞത്. സന്താൻ ഉൻകി ആജ് യദ്യപി ഹം അധോഗതി മേ പടേ. പക്ഷേ അത്രയും വലിയ ആചാര്യന്മാരായിട്ടുള്ള ഒരു ഭാരതത്തിൻ്റെ സന്താൻ, പിൻതലമുറക്കാരായ നമ്മൾ ഇന്നെന്താണ് അവസ്ഥ?
അധോഗതി മേ പടേ ഹെ. ഇന്ന് നമ്മുടെ അധോഗതിയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ പാരമ്പര്യവും ഓർമ്മയില്ല, നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ള. നമ്മൾ ഇത്രയും നല്ലൊരു റേസിൽ പെട്ട ആൾക്കാരാണ്, നമ്മൾ ആര്യൻസാണ്, നമ്മൾ ഇത്രയും ലോകത്തിന് തന്നെ പല അറിവും നേടിക്കൊടുത്തവരാണ് എന്നൊന്നും ഒരു ഇതുമില്ല. നമ്മളിപ്പം ഒരു അടിമകളായി മാറിയിരിക്കുകയാണ്. पर चिन्ह उनकी उच्चता के ആജ് ഭി കുച്ച് ഹേ ഖടേ. പക്ഷെ കവി ഇവിടെ ഒരു ആശാവാദി വിചാർ വെക്കുന്നത് ഉൻകി ഉച്ചത്താ കെ ചിഹ്ന്, അവരുടെ ശ്രേഷ്ഠതയുടെ നിശാനി, അത് ആ ചിഹ്ന് ആജ് ഭി കുച്ച് ഹേ ഖടേ, ഇന്നും കാണാനുണ്ട്. അപ്പം നമ്മൾ പറയില്ലേ, ഉന്നത കുലജാതനാണെങ്കിൽ എന്തെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു അംശം കാണും. അതുപോലെ നമ്മൾ ആര്യൻസാണ്, നമ്മൾ വളരെ ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ടവരാണ്. ലോകം നമ്മളെ കണ്ട് ജീവിച്ച ഒരു നാളുണ്ടായിരുന്നു, നമ്മളത് ഓർക്കണം. ഇന്ന് നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നിരുന്നാലും ഒരു നല്ല കാര്യം എന്താണ്, ഉച്ചതാക്കെ ചിഹ്ന് ആജ് ഭി ദിഖായി ദേ രേ ഹെ. നമ്മൾ ശ്രേഷ്ഠരായിരുന്നു, ആ ഒരു ജാത്യ, ആ ഒരു സുപ്പീരിയോറിറ്റിയുടെ ചില ചിഹ്നങ്ങൾ നമുക്ക് ഇന്നും കാണാനുണ്ട്. വേ ആര്യ ഹി ഥേ ജോ കഭി അപ്നെ ലിയെ ജീത്തെ ന ഥേ. वो अपने लिए नहीं जीते थे, वे दूसरों के लिए जीते थे, परोपकारी थे आर्य. वे स्वार्थ रथ हो मोह की मदिरा कभी पीते न थे. അവർ മോഹ കി മദിര, മദിര എന്ന് വെച്ചാൽ ലഹരി, ആ ഒരു നമ്മൾ മദിര കുടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ലഹരി പാനീയം. അപ്പം നമ്മൾ സ്വാർത്ഥരഥോ, നമ്മൾ ആര്യൻസ് ആയിരുന്നു, നമ്മൾ വളരെ സെൽഫിഷായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നു. കി മോഹ കി മദിര പീക്കർ, സ്വന്തം കാര്യം, ഹം ദൂസറോं के लिए जीते थे. വേ മന്ദിനി തൽ മേ സുകൃതി കെ ബീജ് ബോത്തെ ഥേ സദാ. മന്ദിനി അല്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, മേദിനിയാണ്. മേദിനി സംസ്കൃതത്തിൽ ഭൂമിയുടെ പര്യായ പദമാണ്. മേദിനി തൽ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മടിത്തട്ടിൽ. ഭൂമിയുടെ മടിത്തട്ടിൽ നമ്മൾ വിത്ത് പാകുന്നത് യൂഷ്വലി ധാന്യങ്ങളാണ്. പക്ഷേ ഇവിടെ ആര്യൻസ് വിത്ത് പാകുന്നത് സുകൃതിയാണ്, പുണ്യകർമ്മങ്ങളാണ് പാകുന്നത്. മേദിനി തലമേ സുകൃതി കെ ബീജ് ബോത്തെ ഥേ സദാ. ഭൂമിയിൽ യൂഷ്വലി വിത്ത് പാകുന്നത് എല്ലാവരും സ്വാർത്ഥതയുടെ വിത്ത് പാകുമ്പോൾ ആര്യൻസായ നമ്മൾ, ആര്യജാതിയിൽപ്പെട്ട നമ്മൾ സുകൃതി കെ ബീജ് ബോത്തെ ഥേ. സുകൃതി മീൻസ് ധർമ്മ ഓർ പുണ്യ, നല്ല കാര്യങ്ങൾ വിത്ത്, നല്ല കർമ്മങ്ങളും നല്ല പുണ്യകർമ്മങ്ങളുടെയും വിത്ത് പാകുന്നതായിരുന്നു നമ്മളുടെ പാരമ്പര്യം, ആര്യൻസിൻ്റെ പാരമ്പര്യം. पर दुख देख दयालुता से द्रवित होते थे सदा. पर दुख देख कर, पर दुख देखना मतलब दूसरों का दुख देखना, മറ്റുള്ളവരുടെ വിഷമം കണ്ട് ഹം ക്യാ ഹോത്തെ ഥേ, ദ്രവിത് ഹോത്തെ ഥേ സദാ. ഹം ദ്രവിത് ഹോ ജാത്തെ ഥേ, നമ്മൾ അങ്ങ് അലിഞ്ഞു പോകുമായിരുന്നു നമ്മുടെ മനസ്സ്. അപ്പം ഈ പദ്യാംശത്തിൽ ആര്യൻസിൻ്റെ എന്ത് വിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്? ഹം അപ്നെ ലിയെ ജീത്തെ ന ഥേ, ഹം അപ്നെ ലിയെ ജീത്തെ ന ഥേ, ഹം സ്വാർത്ഥി ന ഥേ, और हम धरती में सुकृति के बीज बोते थे. सुकृति मीन्स धर्म और पुण्य का बीज बोते थे, और दूसरों के दुख को देखकर हम द्रवित हो जाते थे. अर्थात हम काफ़ी दयालु थे, നമ്മൾ വളരെ ദയുള്ളവരായിരുന്നു. संसार के उपकार हित जब जन्म लेते थे सभी, निश्चेष्ट होकर किस तरह से बैठ सकते थे कभी. संसार के उपकार हित जब जन्म लेते थे सभी. संसार के उपकार के लिए, संसार के हित के लिए, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മളെല്ലാവരും ജന്മം എടുത്തിരുന്നത്, ആര്യൻസ്. നിശ്ചേഷ്ട ഹോക്കർ കിസ് തരഹ സെ ബാറ്റ് സക്തേ ഥേ കഭി. നിശ്ചേഷ്ട ഹോക്കർ ഹം കഭി നീ ബാറ്റ്തേ ഥേ. ഒരു ജോലിയും ചെയ്യാതെ ലോകത്തിന് എന്തെങ്കിലും പരോപകാരം ചെയ്യുന്ന രീതിയിലേ നമ്മൾ ജന്മം എടുക്കത്തുള്ളായിരുന്നു. നമ്മൾ ലോകത്തിന് ഒരുപാട് അറിവ് കൊടുത്തിട്ടുണ്ട്. ഫേല യഹീ സേ ജ്ഞാൻ കാ ആലോക് അബ് സൻസാർ മേ. ഇവിടുന്നാണ്, ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നാണ് ഒരുപാട് അറിവ് ലോകത്തിന് കിട്ടിയത്. ആലോക് അബ് സൻസാർ മേ, ഈ സൻസാറിന് കിട്ടിയ അറിവിൻ്റെ നല്ലൊരു പങ്കും ഇവിടുന്നാണ് പോയിട്ടുള്ളത്. ജാഗി യഹീ ഥി ജഗ് രഹി ജോ ജ്യോതി അബ് സൻസാർ മേ. ഇപ്പം ലോകത്ത് നിലനിൽക്കുന്ന ആ ഒരു അറിവിൻ്റെ ജ്യോതിയുടെ ആദി ഉത്ഭവം ഇവിടുന്നായിരുന്നു. ജാഗി യഹീ ഥി, ഇവിടുന്നാണ് ലോകത്തിന് ഒരുപാട് കാര്യങ്ങളുടെ അറിവ് കിട്ടിയത്. വേ മോഹബന്ധൻ മുക്ത ഥേ, സ്വച്ഛന്ദ ഥേ, സ്വാധീന ഥേ. വേ മോഹക്കെ ബന്ധൻ സേ മുക്ത ഥേ. ആഗ്രഹങ്ങളുടെ ബന്ധനത്തിൽ പെട്ടവരല്ലായിരുന്നു നമ്മുടെ ആര്യജാതിയിൽപ്പെട്ട ഭാരതീയർ. നമ്മൾ ശ്രേഷ്ഠരായിരുന്നു. സ്വച്ഛന്ദ ഥേ, സ്വാധീൻ ഥേ, നമ്മൾ ഫ്രീ മൈൻഡഡ് ആയിരുന്നു, സ്വാധീനായിരുന്നു.
संपूर्ण सुख संयुक्त थे, സമ്പൂർണ്ണ സുഖ് സംയുക്ത ഥേ വേ ശാന്തി ശിഖരാസീന ഥേ. അവർ സമ്പൂർണമായിട്ടും സുഖ സംയുക്ത ഥേ. കാരണം അവർ ബന്ധനസ്ഥരല്ലായിരുന്നു, മാനസികമായിട്ട് വളരെ ഫ്രീ ആയിരുന്നു, സ്വച്ഛന്തായിരുന്നു. അവർക്ക് മോഹങ്ങൾ അവരെ ബന്ധനസ്ഥരാക്കിയില്ല. അപ്പോൾ അവർ ഫ്രീ മൈൻഡഡ് ഉള്ളൊരു വ്യക്തി എപ്പോഴും സുഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അയാൾ ഫ്രസ്ട്രേറ്റഡ് അല്ല. അതുപോലെ ആര്യൻസ് ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നില്ല. വേ ശാന്തി ശിഖരാസീന ഥേ, വളരെ സുഖശാന്തിയായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. മൻസേ വചൻസേ കർമ്മസേ വേ പ്രഭു ഭജന്മേ ലീന ഥേ. മനസ്സ വാച കർമ്മണ, അവർ പ്രഭുവിൻ്റെ ഭജനിൽ മുഴുകിയിരിക്കുന്നവരായിരുന്നു. വിഖ്യാത് ബ്രഹ്മാനന്ദ് നദ് കെ വേ മനോഹർ മീന ഥേ. ബ്രഹ്മ എന്ന ലോർഡ് ബ്രഹ്മ ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു ക്രിയേഷൻ, മനോഹരമായിട്ടുള്ളൊരു ക്രിയേഷനായിരുന്നു ഈ ആര്യജാതി എന്ന് പറയുന്നത്. ലോർഡ് ബ്രഹ്മ ഹിന്ദു മിത്തോളജിയിൽ, ഹിന്ദു ഫിലോസഫിയിൽ ക്രിയേറ്ററാണ്. ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ലോർഡാണ് ലോർഡ് ബ്രഹ്മ. അപ്പോൾ ആ ഒരു ബ്രഹ്മാണ്ഡ സൃഷ്ടിയിൽ ആദ്യത്തെ റേസ് ആര്യൻസ് ആണെന്നാണ് വേദിക് നോളജിൽ പറയുന്നത്. ബ്രഹ്മാണ്ഡ രൂപി നദീമേ ജോ മനോഹർ മീൻ, മത്സ്യം, അതിലാദ്യത്തെ മത്സ്യം, ആ ഒരു ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കപ്പെട്ട് ലൈഫ് വാട്ടറിൽ ഒറിജിനേറ്റ് ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ അതിലാദ്യത്തെ മനോഹരമായ സൃഷ്ടി അത് ആര്യൻസാണ്. അപ്പോൾ ഈ ഒരു കാവ്യം ഫുള്ളി മൈഥിലി ശരൺ ഗുപ്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ആര്യൻസ് നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പ്രശസ്തമായ ഒരു പാസ്റ്റ് നിങ്ങൾക്കുണ്ട്. ഇന്ന് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാരമ്പര്യം, അതിൻ്റെ മാഹാത്മ്യം ഓർത്തെങ്കിലും ഇനിയെങ്കിലും ഉണർത്തെണ്ണീറ്റ് പ്രവർത്തിച്ച് സ്വാതന്ത്ര്യം നേടി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശ്രേഷ്ഠതയിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ ഭാരത് ഭാരതി എന്ന കവിതയിലൂടെ കവി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാരത് ഭാരതി എന്ന കവിതയുടെ ഒരു അംശമാണ് ആര്യ. പിന്നീട് അതുപോലെ തന്നെ ആര്യ സ്ത്രീയാന്നും പറഞ്ഞ് ഇതിൻ്റെ പല അംശങ്ങൾ പലതായിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പം ഈ കവിക്ക് വേറെയും പല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ പുരാണങ്ങളിൽ മൈഥിലി ശരൺ ഗുപ്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം അദ്ദേഹം രാഷ്ട്രകവിയാണ്, ഗാന്ധിജിയാണ് ആ പദവി കൊടുത്തത്. രണ്ടാമത് അദ്ദേഹം ഖടിബോലി ഹിന്ദി കൊണ്ടുവന്ന കവികളിൽ മുന്നേ നിന്ന ഒരു കവിയാണ്. പിന്നെ മൂന്നാമത് നമ്മുടെ പുരാണങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കവിത എഴുതിയൊരു കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത്. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ സഖി വേ മുസ്സേ കെഹക്കർ ജാത്തെ എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രോയുടെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. കാരണം ഇനി അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാവകാശമില്ല. അപ്പോൾ അത് കണ്ടിരിക്കുക. കുറച്ച് ഇൻട്രോസ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് കുറച്ച് ബുക്സ് ഒരു അല്പനേരമുണ്ട്. അപ്പോൾ അതും ഈ ക്ലിപ്പിങ്ങിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, എക്സാംസ് അടുത്തിരിക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര നല്ല പോലെ വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ റിക്വസ്റ്റുകൾ നേരത്തെ കൂട്ടി 1-2 മാസം മുമ്പെങ്കിലും, കാരണം പല റിക്വസ്റ്റുകൾ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നത് കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും റെഫർ ചെയ്ത് നല്ല റിസർച്ച് ചെയ്ത് തന്നെ വീഡിയോസ് ഇടേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. എന്നാലും കുട്ടികൾക്ക് എക്സാം ആയത് കാരണം റിക്വസ്റ്റ് ചെയ്ത വീഡിയോ നമുക്ക് നിരസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇന്ന് ടീച്ചേഴ്സ് ഡേയും കൂടിയാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഹോപ്പ് ദീസ് വീഡിയോസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഞാൻ ഇനിയും വൈകിട്ടും നിങ്ങളുടെ പോർഷൻസിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ മാക്സിമം മലയാളം തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. യൂഷ്വലി ഞാൻ ഹിന്ദി ഇട്ടിട്ട് പിന്നെയാണ് മലയാളം ഇടുന്നത്. പക്ഷേ നിങ്ങൾക്ക് സമയപരിമിതി ഉള്ളത് കാരണം ഞാൻ മലയാളം മാത്രം ഇന്നിടാൻ നോക്കാം. ഐ വിൽ ട്രൈ മൈ मैक्सिमम. गुप्त जी की रचनाएं, उनकी विशेषताएं क्यों बताएं तो भारतीय पुराण की जो उपेक्षित पात्र हैं उनको लेकर उन्होंने जो रचनाएं की हैं वो काफ़ी चर्चित रही. जैसे आप देखेंगे साकेत, उस जमाने में जब सभी श्री रामचंद्र और सीता जी की महिमा कर रहे थे तो मैथिली शरण गुप्त जी ने उसमें से उपेक्षित ऊर्मिला को चुना. और यशोधरा देखिए, जब सभी गौतम बुद्ध का गुणगान कर रहे थे तब मैथिली शरण गुप्त जी ने
उनकी विरहिणी पत्नी यशोधरा को चुना। और उनकी तीसरी पुस्तक जो काफ़ी चर्चित रही वो थी भारत भारती। भारत भारती में संपूर्ण काव्य भारत का यशोगान, भारत माता का यशोगान से भरा था और इसीलिए उन्हें राष्ट्र कवि की पदवी दिया गया। और किसी ने नहीं, हमारे राष्ट्रपिता महात्मा गांधी ने ही मैथिली शरण गुप्त जी को राष्ट्र कवि का पदवी दिया।